So hello guys, I am Aditya. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും 15000 രൂപയ്ക്ക് താഴെ നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് 15000 രൂപയ്ക്ക് താഴെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 5 സ്മാർട്ട് ഫോൺസിനെ കുറിച്ചാണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ 15000 രൂപയ്ക്ക് താഴെ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 5 സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്ന സ്മാർട്ട് ഫോണാണ് മോട്ടോ G31. സോ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്, 6.4 ഇഞ്ചസിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 700 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Helio G85 എന്ന് പറയുന്ന 4G ചിപ്സെറ്റ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇൻബോക്സ് ആയിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റയർ സൈഡിൽ കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. റിയർ മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ 4GB റാമും 64GB ഇന്റേണൽ സ്റ്റോറേജും വരുന്ന വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 10999 രൂപയാണ്. സോ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് 11000 റുപ്പീസ് ആണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ നോക്കുവാണ്, 4G ഫോൺ ആണെങ്കിലും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ക്ലോസ് സ്റ്റോക്ക് ആനുള്ള എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വളരെ നല്ലൊരു AMOLED ഡിസ്പ്ലേ ഈ സ്മാർട്ട് ഫോൺ നൽകുന്നുണ്ട്. സോ വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതുപോലെ തന്നെ ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് MediaTek Helio G85 എന്ന് പറയുന്ന അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഡേ ടു ഡേ യൂസ് ചെയ്യലൊന്നും ഒരു തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. അതുപോലെ തന്നെ മോഡറേറ്റ് ഗെയിമിങ്ങിന് നല്ലതാണ്. പിന്നെ ക്യാമറ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് ആണ് ലഭിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പും ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ 11000 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു ഓൾറൗണ്ടർ ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും മോട്ടോ G31 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇനി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ ആണ് INFINIX NOTO. സോ ഒരു സ്മാർട്ട് ഫോണിന്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിന്റെ ഫ്രെയിമാണ് വരുന്നത്, 6.7 ഇഞ്ചസിന്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന AMOLED ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 1000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Helio G88 എന്ന് പറയുന്ന 4G ചിപ്സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. റിയർ സൈഡിൽ 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ ലഭിക്കുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇൻബോക്സ് ആയിട്ട് ലഭിക്കുന്നത്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. വിർച്വൽ റാമിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ 4GB റാമും 64GB ഇന്റേണൽ സ്റ്റോറേജും വരുന്ന വേരിയന്റിന്റെ പ്രൈസ് വരുന്നത് 11999 രൂപയാണ്. സോ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റ് 12000 റുപ്പീസ് ആണ്. ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾ അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോൺ നോക്കുകയാണ്, 4G ഫോൺ ആണെങ്കിൽ പോലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇൻഫിനിക്സിൻ്റെ ഫോൺസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ഈ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത് MediaTek Helio G88 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. സോ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണ്. അത് മാത്രമല്ല നമുക്ക് ഡേ ടു ഡേ യൂസ് ചെയ്യലൊന്നും ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. ഒപ്പം തന്നെ മോഡറേറ്റ് ഗെയിമിങ്ങിനും നല്ലതാണ്. പിന്നെ ക്യാമറ പെർഫോമൻസ് ഒരു ഡീസൻറ്റ് ലെവൽ എന്നൊക്കെ വേണം പറയാൻ. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. എനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയത് ഈ സ്മാർട്ട് ഫോണിൻ്റെ സോഫ്റ്റ്വെയർ ആണ്. കാരണം ഇൻഫിനിക്സിൻ്റെ XOSൽ ഒരുപാട് ബഗ്സും ബ്ലോട്ട്വെയർസും ആഡ്സും ഒക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് അത്ര നല്ലതായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ 12000 എന്ന് പറയുന്ന ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ നല്ലൊരു വാല്യൂ ഫോർ മണി ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും INFINIX NOTO എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇനി നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്ന സ്മാർട്ട് ഫോണാണ് മോട്ടോ G52. സോ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്, 6.6 ഇഞ്ചസിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. റയർ സൈഡിലായിട്ട് 50 മെഗാ പിക്സലിൻ്റെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് സൈഡിലായിട്ട് 16 മെഗാ പിക്സലിൻ്റെ സെൽഫി ഷൂട്ടർ ലഭിക്കുന്നുണ്ട്. Qualcomm Snapdragon 680 എന്ന് പറയുന്ന 4G ചിപ്സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്.
സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്, 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 33 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ ഇൻബോക്സ് ആയിട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 14,499 രൂപയാണ്. സോ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ അണ്ടർ 15,000 എന്ന് പറയുന്ന പ്രൈസ് കാറ്റഗറിയിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ നോക്കുവാണ്, അതുപോലെ തന്നെ 4G ഫോൺ ആണെങ്കിലും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ക്ലോസ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വളരെ നല്ലൊരു OLED ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഈ സ്മാർട്ട് ഫോണിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 680 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ലഭിക്കുന്നത്. ഡേ ടു ഡേ നോർമൽ യൂസിനെല്ലാം ഓക്കെയാണ് ഈ ചിപ്സെറ്റ്. അതുപോലെ തന്നെ ലൈറ്റ് ഗെയിമിങ്ങിനും കുഴപ്പമൊന്നുമില്ല, വളരെ നല്ലതാണ്. പിന്നെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറ സെറ്റപ്പാണ് ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അണ്ടർ 15,000 എന്ന് പറയുന്ന ഈ പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾ നല്ലൊരു ഓൾറൗണ്ടർ 4G ഫോൺ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും MOTO G52 എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ. ഇനി നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്ന സ്മാർട്ട് ഫോണാണ് IQ C6 5G. സോ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്, 6.58 ഇഞ്ചസിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന IPS LCD ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന 5G ചിപ്സിനാണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 2 5G ബാൻഡ്സ് മാത്രമാണ് ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇൻബോക്സ് ആയിട്ട് ലഭിക്കുന്നത്. എക്സ്റ്റൻഡഡ് റാമിൻ്റെ ഫീച്ചർ വരുന്നുണ്ട്, 5 ലെയർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്. റെയർ സൈഡിൽ 50 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 16 മെഗാ സെൽഫി ഷൂട്ടർ വരുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. ഈ സ്മാർട്ട് ഫോണിൻ്റെ 4GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 15,499 രൂപയാണ്. സോ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങളുടെ മെയിൻ റിക്വയർമെൻറ്റ് ഗെയിമിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ലഭിക്കുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ചിപ്സെറ്റാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു ഗെയിമിംഗ് പെർഫോമൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടി മികച്ചൊരു ഗെയിമിംഗ് പെർഫോമൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ മികച്ചൊരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ ഈ സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ വളരെ നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ആണ് ഈ സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ബാക്കപ്പും വളരെ ഡീസൻ്റ് തന്നെയാണ്. പിന്നെ നെഗറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ നമുക്ക് 2 5G ബാൻഡ്സ് മാത്രമാണ് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ 5Gയുടെ കാര്യത്തിൽ ഈ സ്മാർട്ട് ഫോൺ ഓക്കെ അല്ല. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുവാണെങ്കിൽ കുറേയധികം ആഡ്സും ബ്ലോട്ട്വേഴ്സും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് മാത്രം പോരാ. പിന്നെ നമുക്ക് AMOLED ഡിസ്പ്ലേ ഈ സ്മാർട്ട് ഫോൺ ലഭിക്കുന്നില്ല, അതും ഒരു ചെറിയ പോരായ്മയായിട്ട് തോന്നി. സോ നിങ്ങൾ 15,000 എന്ന് പറയുന്ന പ്രൈസ് കാറ്റഗറിയിൽ വളരെ മികച്ചൊരു ഗെയിമിംഗ് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും IQ C6 5G എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ. ഇനി നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമതായിട്ട് വരുന്ന സ്മാർട്ട് ഫോണാണ് സാംസങ് ഗാലക്സി F23 5G. സോ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് കടക്കുവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമാണ് വരുന്നത്, 6.6 ഇഞ്ചസിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന TFT LCD ഡിസ്പ്ലേ ആണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ലഭിക്കുന്നുണ്ട്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 750 എന്ന് പറയുന്ന 5G ചിപ്സിനാണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 12 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, വളരെ നല്ല കാര്യം. റെയർ സൈഡിൽ 50 മെഗാ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 8 മെഗാ സെൽഫി ഷൂട്ടറാണ് ലഭിക്കുന്നത്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇത് ചാർജ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ബോക്സിനൊപ്പം നമുക്ക് ചാർജർ ലഭിക്കുന്നില്ല. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ 4GB റാമും 128GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 14,999 രൂപയാണ്. സോ ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ മെയിനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ അണ്ടർ 15,000 എന്ന് പറയുന്ന പ്രൈസ് കാറ്റഗറിയിൽ നല്ലൊരു സാംസങ് ഫോൺ നോക്കുവാണ്, അല്ലെങ്കിൽ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും നല്ലൊരു ക്യാമറ പെർഫോമൻസും ഒക്കെ ലഭിക്കുന്ന ഒരു 5G ഫോണാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് വളരെ മികച്ചൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 750 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഈ സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 12 5G ബാൻഡ്സിൻ്റെ സപ്പോർട്ടും ഈ സ്മാർട്ട് ഫോൺ ലഭിക്കുന്നുണ്ട്. സോ 5Gയുടെ കാര്യത്തിലും ഈ സ്മാർട്ട് ഫോൺ ഓക്കെയാണ്. പിന്നെ ക്യാമറ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ വളരെ മികച്ചൊരു ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം നോക്കുവാണെങ്കിലും ഡീസൻ്റ് ആണ്.
ഇനി നെഗറ്റീവ്സിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് TFT LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. AMOLED ഡിസ്പ്ലേ ലഭിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇൻബോക്സ് ആയിട്ട് ഈ സ്മാർട്ട് ഫോണിൽ ചാർജർ ലഭിക്കുന്നില്ല. സോ അത് വളരെ വലിയൊരു പോരായ്മയാണ്. സോ അതുകൊണ്ട് തന്നെ അണ്ടർ 15,000 എന്ന് പറയുന്ന പ്രൈസ് കാറ്റഗറിയിൽ നിങ്ങൾ നല്ലൊരു സാംസങ് ഫോണാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും സാംസങ് ഗാലക്സി F23 5G എന്ന് പറയുന്ന ഈ സ്മാർട്ട് ഫോൺ. സോ ഇതൊക്കെയാണ് അണ്ടർ 15,000 റുപ്പീസിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ബെസ്റ്റ് 5 സ്മാർട്ട് ഫോൺസ്. എന്തായാലും ഈ പറഞ്ഞ എല്ലാ സ്മാർട്ട് ഫോൺസിൻ്റെയും പർച്ചേസ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്മാർട്ട് ഫോൺസിൽ നിങ്ങൾക്ക് ഏത് സ്മാർട്ട് ഫോണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.